ക്യൂട്ടീസ്, ഇന്ന് നമുക്ക് മുട്ട കൊണ്ടൊരു കൂടോത്രം ചെയ്താലോ? എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ മുട്ട കാണത്തില്ലേ? അപ്പം മുട്ടയെ ആദ്യം മൂടിൽ ശകലം തോട് മാത്രം പൊളിച്ച് അതിനകത്തെ സാധനങ്ങളൊക്കെ എടുത്ത ശേഷം നമുക്കിനി അതിനെ എടുത്ത് നല്ലവണ്ണം കളർ ചെയ്ത് കുട്ടപ്പനാക്കുക ചെയ്യുന്നത്. അപ്പോൾ മുട്ട ഷെല്ല് എല്ലാവരുടെ വീട്ടിൽ കിട്ടുന്ന സാധനം അല്ലേ? അപ്പോൾ അതൊരു വേസ്റ്റ് കളയാതെ നമുക്കൊരു ക്യൂട്ടായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ നിൽക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കുക. ഞാൻ മഞ്ഞ കളറാണ് അടിക്കുന്നത്. നല്ലൊരു വൈബ്രൻറ്റ് കളർ അടിച്ചാൽ നമുക്ക് ഇച്ചിരി ഒരു സൂപ്പറായിട്ടിരിക്കും കേട്ടോ. അങ്ങനത്തെ 2 ഷെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. 2 എണ്ണവും നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത ശേഷം ഞാനൊരു ഡോട്ട് ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈൻ അടിക്കാൻ. ഡോട്ട് ഈസി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഗിവേയുടെ കാര്യം മറക്കല്ല. മന്ത്ലി ഗിവേ നടക്കുന്നുണ്ട്. അത് ഈ മന്ത് ലാസ്റ്റിലേ അറിയത്തുള്ളൂ കേട്ടോ. അതുവരെ എല്ലാവരും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ മാക്സിമം എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, കൂട്ടുകാരെ കൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത 2ാമത്തെ മുട്ടയുണ്ട്. ആദ്യത്തെ മുട്ടയ്ക്ക് മഞ്ഞ അടിച്ചെങ്കിൽ 2ാമത്തെ മുട്ടയ്ക്ക് ഞാനൊരു ചുമലയാണ് അടിക്കുന്നത്. അപ്പം 2 അടിച്ച ശേഷം ഇച്ചിരി സോഫ്റ്റായിട്ട് പിടിക്കണം കേട്ടോ, ഒടിഞ്ഞു പോകല്ലോ കേട്ടോ. അതുകൊണ്ട് നല്ലവണ്ണം സോഫ്റ്റായി പിടിച്ച് നല്ലവണ്ണം കളർ ചെയ്ത് ഇനി മുട്ട വെക്കുന്ന സാധനം അറിയാം, ഇതിൻ്റെ പകുതിയുള്ളായിരുന്നു കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കളർ അടിച്ച് നല്ലവണ്ണം ഇതാക്കുവാണ്. ഒരു ക്യൂട്ടായിട്ടൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു വെക്കാൻ മുട്ട ഇങ്ങനെ ഇരിക്കത്തില്ല നിലത്ത്. അതുകൊണ്ടാണ് ആ വെക്കുന്ന സാധനം കൂടെ വെച്ചത്. അപ്പം ഇതിനും നമ്മൾ കളർ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ 2 സൈഡിലേയും കളർ ഫുള്ളായിട്ടുണ്ട്. ഇനി താഴെയും കുറച്ച് ഡോട്ടും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ മുട്ട വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ടൈപ്പ് അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ സൈഡ് കട്ടിഞ്ച് പോയതുകൊണ്ടോ വേണമെങ്കിൽ അവിടെ ഒരു കാർഡ്ബോർഡ് വെച്ച് നിങ്ങൾക്ക് അടയ്ക്കാൻ കേട്ടോ. ഞാൻ മടിയാന്ന് അടച്ചില്ലെന്നുള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി മറ്റേതിന് മഞ്ഞയ്ക്ക് ഈ ഡോട്ട് ഇട്ടപ്പം ചുമലയ്ക്ക് ഞാൻ മഞ്ഞ ഡോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഉണങ്ങുന്നത് വെച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ക്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലവറോ എന്തെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ലതാണ്. പക്ഷേ ഞാൻ അതിനെ വേണ്ട ഈ ഒരു ഫ്ലവർ വേസ് ടൈപ്പ് നമ്മൾ വീട്ടിൽ വെക്കുന്നൊരു ഫ്ലവർ പോട്ട്, നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ വെക്കുന്ന അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ടിഷ്യൂ കൊണ്ട് ഒരു ഫ്ലവർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഫ്ലവർ ഉണ്ട്. നേരത്തെ വെച്ച പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിനകത്ത് വെച്ചാലും മതി. അപ്പോൾ ഉണ്ടാക്കി അതിനെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഥവാ ഈ ഡോട്ടിന് പകരം ഏതെങ്കിലും ഒരു നമ്മുടെ കാർട്ടൂൺ ഇമേജ് വരയ്ക്കണമെങ്കിൽ കണ്ണും മൂക്കൊക്കെ വെച്ച് അത് വേറൊരു ക്യൂട്ടായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അന്നേരം പിന്നെ നമുക്ക് വേറൊരു രീതിയിലാണ്. ഇതിപ്പോൾ ഞാൻ കളർഫുൾ ആയിരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് എല്ലാം കളർഫുൾ ആക്കി വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. ഫ്ലവറും 2 എണ്ണത്തിനകത്തുള്ള ഇഷ്ടമുള്ള ഫ്ലവർ വെക്കാം. നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് വെച്ച് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോന്നുണ്ടാക്കി അതിനകത്ത് ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ 2 ഫ്ലവറും ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ ഇതിൻ്റെ ഇത് വെച്ച് നമ്മൾ വേസ്റ്റ് ചെയ്ത സാധനമാണെന്ന് വിചാരിക്കത്തില്ല. അപ്പോൾ ഏതോ സാധനം വേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കും നമുക്കിതിനെ ക്രാഫ്റ്റ് ചെയ്യുന്നവർ വിചാരിക്കും ഇത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ മുട്ടയുടെ ഷെല്ല് വരെ നമ്മൾ കളയത്തില്ല അല്ലേ. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ ക്രാഫ്റ്റും ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ലൈക്ക് ചെയ്യണം, ഫുൾ വീഡിയോ കാണണം, നല്ലവണ്ണം സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യണം, നല്ല കമൻറ്റ് ഇടണം. മന്ത്ലി ഗിവ് അവേ എല്ലാവരും എനിക്ക് കിട്ടില്ല എന്നൊന്നും പേടിക്കേണ്ട. എല്ലാ മാസവും മന്ത്ലി ഗിവ് അവേ ഉണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ ഈ മാസം കിട്ടിയില്ല അടുത്ത മാസം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഉറപ്പായിട്ട് എല്ലാ പ്രാവശ്യം കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എങ്കിലേ ഉള്ളൂ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നുള്ളത് 10K അടിക്കുകയാണെങ്കിൽ 10Kയുടെ അടുത്ത് ഗിവ് അവേ ഉണ്ട്. അപ്പോൾ 10K അടിക്കട്ടെ. നമ്മൾ ഞാൻ പെട്ടതുണ്ട് 5K അടിക്കുന്നതിന് മുമ്പാണ് ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഗിവ് അവേ നടത്തുക. അത് 1, 2 അല്ല 5-6 പേർക്ക് കിട്ടിയില്ലേ. അപ്പോൾ 10K അടിക്കുകയാണെങ്കിൽ അതുപോലെ നല്ലവണ്ണം കിട്ടും. അതിന് നിങ്ങൾ ഇച്ചിരി എന്നോട് കൂടി സപ്പോർട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ 10K അടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം ബൈ.